നമസ്കാരം. കാത്തിരിക്കുന്നവർക്കാണ് നല്ല കാര്യം വരിക എന്നൊരു ചൊല്ലുണ്ട് അല്ലേ? പക്ഷേ എത്ര നാൾ നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരമ്മയുടെ ഒരാഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലറിയാം പല ആൾക്കാർക്കും പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്, വന്ധ്യത അല്ലേ? നമ്മുടെ ഇടയിൽ ഭയങ്കര കോമൺ ആയി കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അത് കൂടി പലരും അത് കേൾക്കുന്നുണ്ട്. അത് കാരണം കേൾക്കുന്ന ഒരു ഇമോഷണൽ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കുട്ടികൾ വേണ്ടാന്ന് വെച്ചതായിരിക്കാം, പക്ഷെ കുട്ടികൾ വേണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിലോ, ഒരു സ്ത്രീയുടെ പൂർണ്ണത അതിലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലോ, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിലോ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്, ചില കാര്യങ്ങൾ അറിയുന്ന അവിടെ പോയി ഇവിടെ പോയി ഇപ്പുറത്ത് പോയി അങ്ങനെ പോകും. ചില സമയത്ത് നമ്മൾ വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് എടുക്കും, ഒരു പതിറ്റാണ്ട് 10 കൊല്ലം 11 കൊല്ലം ഒക്കെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ടും ചില സമയത്ത് കുട്ടികൾ വരുന്നില്ല. ഈ 10 കൊല്ലം കാത്തിരിക്കുക നമ്മുടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിള് ഭയങ്കരമാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണ വരുന്ന കാര്യങ്ങളാവാം, അതും നമ്മുടെ ബന്ധങ്ങൾ, ഭർത്താവായിട്ടുള്ള ബന്ധമാവാം, കുടുംബക്കാരായിട്ടുള്ളതാവാം, നാട്ടുകാരുള്ള, അതിൻ്റെയൊക്കെ ഒരു ഇമോഷണൽ ടേർബുലൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് ഇവർക്ക് മാത്രമല്ല, ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടറും ഇതേപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓരോ പ്രാവശ്യം ചിലപ്പോൾ ഗർഭിണിയായില്ലെങ്കിൽ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഗർഭിണിയാവാതിരുന്നത്, എന്താണ് പ്രശ്നം? അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ, അതൊരു ബോണ്ടാണ്. ഒരമ്മ, കുഞ്ഞ്, ഒരു ഡോക്ടർ, അങ്ങനെയുള്ളൊരു ബോണ്ടിലൂടെ, ഒരു സൗഹൃദ വലയത്തിലൂടെ, ആ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിയും. അതാണ് മിറാക്കിൾ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാം, നമുക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം, അവരുടെ ഇമോഷണൽ കാര്യങ്ങൾ അറിയാം. ഫൈനലി ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അശ്വതി കുമാറിനെയാണ്. ഡോക്ടർ വളരെ പ്ലസൻ്റ് ആയ നമ്മുടെ കൂടെ ഉള്ളൊരു ഡോക്ടറാണ്. ഷീ ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ചീഫ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ആസ്റ്റർ മിറാക്കിൾ. അപ്പോൾ ആദ്യം വെൽക്കം ഡോക്ടർ. പിന്നെ നമ്മുടെ കൂടെ 2 ആൾക്കാരുണ്ട്, 10 കൊല്ലം 11 കൊല്ലം ഈ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നുപോയ അവരുടെ ഒരു ഇമോഷൻ നമുക്ക് എന്തുമാത്രം മോട്ടിവേറ്റിംഗ് ആണെന്നറിയോ. ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു, അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ കൂടെ പ്രിൻസി ഉണ്ട്, അതേപോലെ റെഹനിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാഡത്തിനോട് ചോദിക്കാനുള്ളത് തന്നെ, നമ്മുടെ ഇടയിൽ ഈ വന്ധ്യത എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ പറയുന്നതാണോ, ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ? ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ശാരീരിക ജോലികളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, പക്ഷേ സ്ട്രെസ് ഒട്ടും കുറയുന്നില്ല. ഓക്കെ. ലൈഫ് സ്റ്റൈൽ വളരെ ലാവിഷാണ്. അതെ. ഏത് ലെവൽ ജോലിയുള്ള ആൾക്കും നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് ലഭ്യമാണ്. അതാണ് ഏറ്റവും ഒരു പക്ഷെ ചെലവ് കുറഞ്ഞ് കിട്ടാനുണ്ടാവുന്ന പൊരിക്കടികളായിരിക്കും. വീട്ടിലുണ്ടാക്കണ്ടല്ലോ, വേഗം വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതും ശരീരം അനങ്ങാതെയും അതിൻ്റെ മുകളിൽ കൂടെ ജീവിതത്തെ കുറിച്ചുള്ള സ്ട്രെസ്സും എല്ലാം കൂടെ വരുമ്പം പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും കുട്ടികളാകാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചികിത്സിച്ചാൽ പലപ്പോഴും ശരിയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ്സും. അത് കാരണം ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്ന വന്ധ്യത അനുഭവിക്കുന്നവർ കൂടിക്കൊണ്ട് തന്നെയാണ്. ഇല്ല, ഇപ്പോൾ ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്ട്രീംസ് ഉണ്ടെന്ന്. അതായത് ചില ആൾക്കാർ കല്യാണം കഴിച്ച് 6 മാസത്തിനുള്ളിൽ ഗർഭിണി ആയില്ലെങ്കിൽ അയ്യോ ഇനി കുട്ടികളുണ്ടായില്ലേ എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആലോചിക്കേണ്ടത്. പിന്നെ പലപ്പോഴും അറിയില്ല, പലപ്പോഴും ബാക്കിയുള്ളവർ പറഞ്ഞിട്ടാണ് നമുക്ക് കുട്ടികളുണ്ടാവുന്ന ടെൻഷൻ അല്ലേ മാഡം? മാഡത്തിന് അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പൊ ശരിക്കും ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ്? കുഞ്ഞുങ്ങളാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് താമസിച്ചിട്ടും 1 വർഷത്തിലേറെ ആയിട്ടും പ്രഗ്നന്റ് ആകുന്നില്ല. ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് താമസിച്ചിട്ടും പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കി തുടങ്ങണം. പിന്നെ ചിലവർക്കാകട്ടെ, ആണിനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ആകാം, അവർക്ക് മുന്നേ തന്നെ പീരീഡ്സിന് ചിലവർക്ക് കംപ്ലയിൻസ് ഉണ്ടാവാം, ആണുങ്ങൾക്ക് ചില അസുഖങ്ങൾ വന്നതിനെ കുറിച്ച് അവർക്ക് ഓൾറെഡി ഒരു ധാരണയുണ്ടാകാം. അങ്ങനെയുള്ളവർ ഒരുമിച്ച് നിന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ അവരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം വേഗം തന്നെ ഡോക്ടറെ കാണണം എന്നുള്ളത്, അവർ ഒരുപക്ഷെ നേരത്തെ വരേണ്ടതുണ്ട്. അല്ലാത്തവര് ഒരുമിച്ച് തുടർച്ചയായിട്ട് 1 വർഷം നിന്നിട്ടും ആകുന്നില്ലേ ഡോക്ടറെ സമീപിക്കണം. നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഭാര്യയും ഭർത്താവും പലപ്പോഴും ഒരുമിച്ചുണ്ടാവില്ല, ഗൾഫിലായിരിക്കും പകുതി സമയം ഭർത്താക്കന്മാര്. അവരുടെ 1 വർഷം എത്തണേ 12 വർഷം കഴിയും, കാരണം മാസത്തിൽ ലീവ് വരുന്നത്. അവര് ആ 12 വർഷം
അങ്ങനെ തന്നെ കണക്കാക്കണം. അല്ല അതാണ് കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലായി 4 കൊല്ലം എന്താ കുട്ടികൾ ഉണ്ടാവുന്ന പലപ്പോഴും ആലോചിച്ച് തുടങ്ങുമ്പോൾ ഭർത്താവ് കൂടെ ഇല്ല പിന്നെ ഗർഭിണിയാവുക ആ ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആക്ച്വലി ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണല്ലോ ആയത്. അപ്പൊ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വേണം? ഇപ്പൊ അതുമല്ല മാഡം, ഇപ്പൊ കല്യാണം കഴിച്ച് വരുന്ന ചില ആൾക്കാർ പറയും ഇപ്പൊ കുഞ്ഞിനെ വേണ്ട, കുറച്ചു കാലം വേണ്ട എന്ന് തീരുമാനിച്ച് പിന്നെ വരുന്നവരും ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയായിരുന്നു നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു? പ്രിൻസി പറയൂ ആദ്യം. പൊതുവെ എനിക്ക് ഫാമിലിയൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സൊസൈറ്റിയിൽ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓ അതാണ്, അത് കുറച്ച് കഷ്ടം തന്നെയാണ്. നമ്മളിങ്ങനെ കുത്തി നോക്കിക്കാൻ കുറെ പേര് സിമിലർ സ്റ്റോറി തന്നെയാണോ റെനയിലെ? 2010 ഞങ്ങള് കല്യാണം കഴിയുന്നത്, 2010 ജൂണില്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, കുറെ ട്രീറ്റ്മെന്റ്. 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റിന് പോയത്. അതിന്റെ ഈ ഒരു ജേർണിയിൽ ഞങ്ങൾ പല ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ട്. ഈ ആയുർവേദവും ഇംഗ്ലീഷും എല്ലാം, ഹോമിയോയും എല്ലാം ചെയ്തിട്ടുണ്ട്. 10-11ാമത്തെ വർഷമാണ് മോൾ ഉണ്ടാവുന്നത്. അത് മാഡത്തിന്റെ അടുത്ത് വന്ന് മാഡത്തിന്റെ അടുത്തുള്ള 1 വർഷത്തെ ഒരു ട്രീറ്റ്മെന്റ്. മാഡം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ പലരും ഈ പറഞ്ഞ പല പല ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഒന്നിച്ചു നിന്നിട്ടും ഗർഭിണി ആവുന്നില്ല എന്ന് കണ്ടറിഞ്ഞ ഒരാളെ മുന്നേ പ്രശ്നമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും ഏത് ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫെർട്ടിലിറ്റിയുടെ ഇവാലുവേഷനും ട്രീറ്റ്മെന്റും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം രണ്ടുപേരും വരണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരണം നമ്മളുടെ അടുത്ത്. രണ്ടുപേരെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഭർത്താവിന്റെ സെമൻ അനാലിസിസ് മാത്രം ചെയ്താൽ പോരാ, അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, ഈ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യും. പെൺകുട്ടിയെയും അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും, പരിശോധിക്കും, ഇവാലുവേറ്റ് ചെയ്യും. പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഈ നമ്മുടെ ടെസ്റ്റുകളിൽ റിവീൽ ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമായിരിക്കണം എന്നില്ല ഒരു ദമ്പതികൾ പ്രഗ്നന്റ് ആകാതിരിക്കുന്നതിനുള്ള പ്രോബ്ലം. അപ്പം നമ്മൾക്ക് അവരുടെ തമ്മിലുള്ള റാപ്പോ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജോബ്സ്, എല്ലാ കാര്യങ്ങളും കൂടി അറിഞ്ഞാലേ അവരെ പ്രഗ്നന്റ് ആകാതിരിക്കുന്ന ഫാക്ടർ ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നേക്ക് പോകാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരുടെ അടുത്ത് വന്നൊരു കേസിനെ കുറിച്ച് പറഞ്ഞാൽ മാഡം ഇതേപോലെ തന്നെ പ്രഗ്നന്റ് ആവുന്നില്ല. ഇവര് സംസാരിച്ച് നോക്കിയപ്പോ ഈ കുട്ടി ഭയങ്കര കുറച്ചൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല, ഈ പുരുഷനും ഇല്ല. ആക്ച്വലി ഇവിടുത്തെ നാട്ടുകാരല്ല കേട്ടോ, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് വന്ന അപ്പൊ ആക്ച്വലി ഇവർ ചെയ്യുന്ന ഒരു വേ തന്നെ ഹൗ ദേ ആർ ട്രൈങ് ടു കൺസീവ് എന്നുള്ളത് തന്നെ തെറ്റായിട്ട്. അതെ. അപ്പൊ അങ്ങനെ വരെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇവരൊരു 2 ബ്ലഡ് ടെസ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ മാഡം? അപ്പൊ പലപ്പോഴും വാട്സാപ്പിലാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, ഇത് നോക്കിയിട്ട് ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ചോദിക്കും അല്ലെ? അങ്ങനെ അല്ല, എനിക്കറിയാം വർഷങ്ങള് ചികിത്സിച്ചിട്ട് മാരേജ് കൺസമ്മേറ്റഡ് ആവാത്തവർ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിട്ടില്ലാത്തവർ ഡോക്ടർമാരെ ചെന്ന് കാണുന്നുണ്ട്, രൂപ ചെലവഴിക്കുന്നുണ്ട്, അവരറിയത്തില്ല ഒരുമിച്ചുണ്ടാകണം, കോണ്ടാക്ട് ഉണ്ടാകണം, പ്രഗ്നന്റ് ആകണം എന്നുള്ളതിന് അവര് അറിഞ്ഞിട്ടില്ല. മരുന്ന് ഇത്രയും ചെയ്തില്ല, ഞങ്ങൾ എന്താ വിശേഷം അറിയാതെ എഡ്യൂക്കേറ്റഡ് പഠിപ്പുള്ള ആൾക്കാർക്ക് വരെ അറിവില്ലായക വരുന്നുണ്ട്, അല്ലെ കണ്ണടച്ച് കളയുന്നതാകാം. അങ്ങനെയുള്ളവര് അവരോട് സംസാരിച്ചാലേ പലപ്പോഴും ഇത് റിവീൽഡ് ആകും. ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ വരുന്നതും സംസാരിക്കുന്നതും ഒരാൾ ഒറ്റയ്ക്കല്ല. ഇപ്പൊ നമ്മൾ പൊതുവേ തന്നെ പറയാറുണ്ട് സ്ത്രീകൾക്കാണ് പ്രശ്നം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയോ അത് വന്നു കൂടിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗർഭിണി നിങ്ങളെന്താ അല്ലെ, കേട്ടിട്ടില്ലേ? ഐ തിങ്ക് സോ. അപ്പൊ അങ്ങനെ ചോദിക്കുക. അപ്പൊ ഇത് ആണുങ്ങൾക്കും ഒരു പ്രശ്നമാവാം എന്നുള്ളത് പോലും പലരും അറിയുന്നില്ല അല്ലെ മാഡം? അപ്പൊ ശരിക്കും മാഡത്തിന്റെ അടുത്ത് വരുമ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു വന്ന് ഒരു കൗൺസിലിംഗ് പോലെയും ഡീറ്റെയിലും എല്ലാം അങ്ങനെയല്ലേ മാഡം ചെയ്യേണ്ടത്? ഓക്കെ. അപ്പൊ ഇപ്പൊ ഇനി അങ്ങനെ ഒരു കപ്പിൾ മാഡത്തിന്റെ അടുത്ത് വന്നു, മാഡത്തിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ മാഡം ഇവർക്കൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അത് നിശ്ചയിക്കുന്നത്? ഇപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരേ ഒരു കംപ്ലൈന്റ് PCOD, ഇല്ലെങ്കിൽ സെമൻ കുറവാണ്. ഇതല്ലാതെ ഫാക്ടേഴ്സ് ഉണ്ടോ? തീർച്ചയായും ഉണ്ടല്ലോ. നമ്മൾ വരുന്നവരോട് സംസാരിക്കുന്നു, അവരുടെ ഇവാലുവേഷൻസ് ചെയ്യുന്നു, എന്താണ് പ്രോബ്ലംസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കുന്നു. പലപ്പോഴും ഇതുപോലെ ഓവുലേഷന്റെ കംപ്ലൈന്റ് ആകാം, പലപ്പോഴും ബീജത്തിന്റെ മെയിൽ ഫാക്ടേഴ്സ് ആകാം, ബീജത്തിന്റെ കുറവ്. ഇത് മാത്രമല്ല, അവർക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടാകാം, വേറെ ഹസ്ബൻഡിന് ഡയബറ്റിസ് ഉണ്ടാകാം, പെൺകുട്ടിക്ക് ഡയബറ്റിസ് ഉണ്ടാകാം. എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനെ ചികിത്സിക്കുക. എന്നിട്ട്
ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ബന്ധപ്പെടുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്നറിയുന്നതും അത് ശരിയായിട്ടല്ലേ നടക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായിട്ട് ഓവുലേഷൻ്റെ സമയത്ത് കപ്പിൾ ഒരുമിച്ച് വന്നിട്ടും അവർ പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ അടുത്തത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാറായി. അണ്ടവും ബീജവും കൂടെ ശരീരത്തിനകത്ത് ചേരുന്നതിന് തടസ്സമുണ്ട്. അപ്പോൾ ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യായി. ബ്ലോക്കുകൾ HSG എക്സ്റേ എടുക്കുന്ന ടെസ്റ്റിംഗ് ചെയ്യാം, സ്കാനിലൂടെ SSG, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും നമ്മളെ ഡൗട്ട്സ് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ ഹിസ്റ്ററോ ലാപ്രോസ്കോപ്പി അങ്ങനെ ചെയ്യാം. പിന്നെ പെൺകുട്ടിക്ക് എൻഡോമെട്രിയോസിൻ്റെയോ ഫൈബ്രോയിഡ്സിൻ്റെയോ പോലെ അസുഖങ്ങളുണ്ടെങ്കിൽ, ഹസ്ബൻഡിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ചികിത്സ ഇതിൻ്റെ കൂടെ നടക്കേണ്ടത്. ബ്ലോക്കുകൾ കാര്യമായിട്ടുണ്ട് എന്ന് കണ്ടാൽ അത് സർജറിയിലൂടെ നീക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, കാരണം ശരീരത്തിനകത്ത് അണ്ടവും ബീജവും ചേരുന്നില്ല, അപ്പൊ പുറത്ത് ചേരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് നമ്മൾ. അല്ലാത്തതുപോലെയാണ് എന്നുണ്ടെങ്കിൽ കുറെ ഒരു 40% പേർക്ക് ട്യൂബ് ടെസ്റ്റിംഗ് നോർമൽ ആയിരിക്കും, ഇവാലുവേഷൻ ഓഫ് ഫീമെയിൽ ഫാക്ടർ നോർമൽ ആയിരിക്കും, മെയിൽ ഫാക്ടർ ഇവാലുവേഷനും നോർമൽ ആയിരിക്കും. പ്രഗ്നന്റ് ആകുന്നില്ല, അൺഎക്സ്പ്ലെയിൻഡ്. എന്ന് പറഞ്ഞാൽ അസുഖമില്ല എന്നല്ല. നമ്മുടെ അടുത്ത് പേഷ്യൻസ് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരു രോഗവും ഇല്ല, പ്രഗ്നന്റ് ആകുന്നില്ല, ഡോക്ടർക്ക് കാരണം കണ്ടുപിടിച്ചു തരാൻ പറ്റണില്ല, നമ്മളോട് IVF ചെയ്യാൻ പറയാ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ പറയും, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ആകണമല്ലോ. ചെയ്യുന്ന ടെസ്റ്റുകൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നോക്കാൻ, അതിൽ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ തലങ്ങളിൽ പ്രോബ്ലം ഇല്ല എന്നല്ല. അണ്ടവും ബീജവും ശരീരത്തിനകത്ത് ചേർന്ന് കുഞ്ഞിന്റെ ഭ്രൂണം ഗർഭാശയത്തിലേക്ക് പിടിച്ച് ഗർഭമാകുന്നത് നിങ്ങൾക്ക് നടക്കുന്നില്ല, ട്രീറ്റ്മെന്റ് എടുത്തിട്ടും നടക്കുന്നില്ല, അപ്പൊ നമുക്കത് നടത്തി കൊടുക്കാം. അതുകൊണ്ടാണ് IVF സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഒരു ഗർഭധാരണം എന്ന് പറയുന്ന ഒരു മിറാക്കിൾ തന്നെയാണല്ലേ? അതെ, അത് സുഖമായിട്ട് ഗർഭം ധരിക്കുന്നവർ ഒരിക്കലും നമ്മളാരും അറിയുന്നില്ല ഇത്രമാത്രം അത് നടക്കേണ്ടതുണ്ട് എന്നുള്ളത്. പിന്നെ ഈ അൺഎക്സ്പ്ലെയിൻഡുകാരാണ് പ്രതീക്ഷിക്കാതെ ചില സമയത്ത് പ്രഗ്നന്റ് ആകുന്നത്. അൺഎക്സ്പ്ലെയിൻഡിന് ഒരു പ്രധാന കാരണം സ്ട്രെസ്സാണ്. അപ്പൊ പലരും IVF തന്നെ വേണ്ടി വന്ന് പ്രഗ്നന്റ് ആയി പാല് കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങ് വളരെ ഈസിലി ആയിട്ട് പ്രഗ്നൻസി ആകാൻ പറ്റാത്ത രീതിയിലെ കംപ്ലൈൻസ് ഒക്കെ ചിലത് ഉണ്ടെങ്കിലും പ്രഗ്നന്റ് ആകുന്നത് കാണാം. അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനോട് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് അല്ല, എന്നാലും അത് ആ സ്ട്രെസ് ഫാക്ടർ മാറുന്നുണ്ട്. അപ്പം ഞാനിപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പ്രിൻസി പറയണ്ടായി ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്തു ആൾക്കാരുടെ അടുത്തുനിന്ന് പറഞ്ഞു. അപ്പൊ അതും ഒരു ഫാക്ടർ തന്നെയല്ലേ? അതെ, നമ്മള് ഇവരെ കാണുമ്പോൾ ഇതിനെ നമുക്കിപ്പോ ചികിത്സിച്ചാൽ ഇവര് പ്രഗ്നന്റ് ആകുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഡോക്ടർക്ക് പറയാനാകില്ല. അപ്പൊ മാസാവസാനം ഒന്നുകിൽ പീരിയഡ്സ് വരും, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകും. പ്രഗ്നന്റ് ആകാനുള്ള സാധ്യത കുറവാണല്ലോ, ആകാത്തവരാണല്ലോ ഈ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ മാസം കഴിഞ്ഞു പോയി അടുത്ത മാസവും ഞാൻ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയാലല്ലേ ട്രീറ്റ്മെന്റ് തുടരാനോ ഒരു ചാൻസ് വരുള്ളൂ, തകരാനാണേ ആകില്ലല്ലോ. അപ്പൊ അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ വിഭാഗത്തിന്റെ ഒരു അത്യാവശ്യം. അപ്പൊ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ വർഷം വേണ്ട, പിന്നെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പൊ ആദ്യത്തെ 1, 2 കൊല്ലം 3 കൊല്ലം ആൾക്കാരോട് പറഞ്ഞു നിൽക്കാം. എന്തായിരുന്നു പൊതുവെ കേട്ടിരുന്ന കാര്യങ്ങൾ? ഈ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾക്കാണ് പ്രോബ്ലം ഉള്ളത് എന്നുള്ള ഒരു ധാരണ കുറച്ചെങ്കിലും ആൾക്കാരുടെ ഇടയിലുണ്ട്. അങ്ങനെ പെൺകുട്ടികൾക്കാണ് പീരിയഡ്സിന്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെൺകുട്ടികൾക്കാണ് ഉള്ളത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ടെൻഷനും വീട്ടിലിരിക്കുന്നത് ഞങ്ങളല്ലേ. ഹസ്ബൻഡ് നേരം വെളുത്താൽ അവര് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോവും. വീട്ടിലിരിക്കുന്നതാണെങ്കിലും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നമ്മളെയാണ് നോക്കുന്നത്, നമ്മളോടാണ് ചോദിക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും സ്ട്രെസ് തന്നെയാണ്, ടെൻഷനാണ്. ഓരോ മാസം ആ ഒരു സമയമാകുമ്പോ 2 ദിവസം വൈകുമ്പോ തന്നെ ചിലപ്പോ നമ്മള് കാർഡ് വെച്ച് നോക്കും, അപ്പൊ നെഗറ്റീവ് ആയിരിക്കും, അപ്പൊ തന്നെ ടെൻഷനാണ്. പിന്നെ ഓരോ വർഷം കഴിയും തോറും നമുക്ക് ആ ഒരു കോണ്ടാക്ട്സ് തന്നെ നമുക്ക് എന്താ പറയാ ആ ഒരു നഷ്ടപ്പെട്ടു പോകാൻ. ആ ഒരു കുറ്റപ്പെടുത്തലുകള് വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് പല രീതിയില്. അത് ഭയങ്കര വിഷമം തന്നെയാണ്. അത് പലപ്പോഴും ഉള്ള സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് പലപ്പോഴും ഐഡന്റിഫൈഡ് തന്നെ ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ തന്നെയും കപ്പിള് തമ്മിൽ പ്രൊട്ടക്ട് ചെയ്യും. അവര് ഒരിക്കലും പറയുന്നില്ല, എന്നാ ഇവര് തമ്മില് ഞാൻ കാരണം ഇന്നാള് വിഷമിക്കുന്നു, ഇന്നാള് കാരണം ഞാൻ വിഷമിക്കുന്നു, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒരുപാട് ഇമോഷണൽ അപ്ഹീവൽസിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ദമ്പതികളുടെ സിറ്റുവേഷൻ.
ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് അവർ ഡോക്ടറെ അടുത്ത് വരുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി സെന്ററിൽ വരുന്നു എന്ന് പറയുന്നതിന് 100 അഭിപ്രായം ഉണ്ടാകും. അതാ സത്യം. അപ്പം പലരും അറിയിക്കാതെയാണ് വരുന്നത്. ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഫംഗ്ഷന് പോകുകയാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവരല്ല അങ്ങനെയാണ് പറയുന്നത്. അവർക്കപ്പൊ ഇവിടെ വൈകുമ്പം അവർക്ക് പ്രയാസമാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് ടൈം ആകുന്നില്ല, അവർക്ക് വൈകും പ്രയാസമാണ്, അവർക്ക് വീട്ടിൽ തിരിച്ചെത്തണം, കഥ പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്രയും മാത്രം ഒളിച്ചും കണ്ടും ഒക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് സക്സസ് ആവാൻ ഭയങ്കര പാടാ. എന്തിനാ അവർ ഇത്രയും ഒളിക്കുന്നേ? സപ്പോർട്ട് ഇല്ല. അതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരാണത് തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് എപ്പോ കുട്ടി വേണം, എനിക്ക് കുട്ടി വേണോ അതോ വേണ്ടോ, എത്ര കാലം, പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവര് തമ്മിലൊരു ബോണ്ട് ഭയങ്കരമായിരിക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയ്ക്ക് നാട്ടുകാരെല്ലാരും വരും, എന്താ ആവാത്തത്, ആയില്ലേ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ തുടങ്ങും, എന്താ ആവാത്തേ, വിശേഷമായില്ലേ തുടങ്ങുന്ന ആൾക്കാർ. അതുപോലെ തന്നെ IVF ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഭയങ്കര മോശം ധാരണ ഉള്ള ഇതുണ്ട്. എന്താണ് അതിനെ കുറിച്ച് അതെന്താന്ന് പോലും അറിയാതെ ഞങ്ങളോട് പല സ്ഥലത്തുനിന്നും ഞങ്ങളോട് IVF പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങള് ഇനിയും കുറച്ചും കൂടെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കും. ലാസ്റ്റ് ഞങ്ങൾ IVF ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും വന്നാലും വീട്ടിലത് പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. ഏത് രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ അതൊരു ശരിയായ രീതിയിലുള്ള രീതിയല്ല എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ശാസ്ത്രം ഇത്രയധികം പുരോഗതി നേടിയിരിക്കുക. അപ്പോൾ ഓരോരോ പുതിയ ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ പുതിയ അസുഖങ്ങളും പുതിയ മെഡിസിൻസും കാര്യങ്ങളും ഇപ്പൊ പണ്ട് സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഇമ്മ്യൂണൈസേഷൻ എടുത്ത് ആ സാധനം കാണാനില്ല. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതം ഇപ്പൊ റോബോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി വരുന്ന കാര്യം. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം വന്നു. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പൊ നമ്മള് വീട്ടിൽ തിരുമ്പുന്നത് നമ്മളിപ്പോ വാഷിംഗ് മെഷീനിലാണ് തിരുമ്പ. ചിലർ പറയും, അയ്യേ വാഷിംഗ് മെഷീൻ നന്നല്ല, ഞാൻ കുത്തി തിരുമ്പല്ലേ. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരിപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ IVF എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടും ബീജും പുറത്തുനിന്ന് അല്ലേ മാഡം ഫെർട്ടിലൈസ് ചെയ്ത് ഉള്ളിലേക്ക് പ്ലാൻ ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതെന്തോ തെറ്റായ കാര്യമാണ്. അത് നമ്മുടെ തന്നെയാണോ എന്നുള്ള ഒരു ധാരണയാണ് അവർക്ക്. അതാണ്. പിന്നെ കുറെ സിനിമകളും ഉണ്ട് ആൾക്കാർ പോയതിൻ്റെതും മാറിയതും. അങ്ങനൊന്നും സാധാരണയല്ല. അതൊന്നും ഈ ഒരു ജനറേഷന് പിന്നെ അത് മനസ്സിലാവും. കുറച്ചും കൂടെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് വീട്ടിലുള്ള ഈ പറഞ്ഞ പോലെ ഓൾഡ് ജനറേഷൻ ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ട്. പിന്നെ വേറൊന്ന് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളാകേണ്ട ട്രീറ്റ്മെന്റിന് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെന്ററിനെയല്ലേ അപ്രോച്ച് ചെയ്യണ്ടേ? ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് IVF ചെയ്യുന്നത്. 10 ഒരാൾക്ക് IVF വേണ്ടു, ബാക്കി 9 പേർക്കും ശരിയായ ചികിത്സ ലഭിക്കാനല്ലേ അവര് വരുന്നത്. എന്നാലും IVF സെന്റർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വരാൻ സ്റ്റിഗ്മയാണ്. കാരണം വന്ന IVF ആണെന്ന് അവര് പറയൂലേ, പറയൂലേ. അതാണ് അങ്ങനെയുള്ള എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, IVF ആണോ ചെയ്തതെന്ന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് മാത്രമേ ആൾക്കാർക്ക് അറിയാം. കാരണം കുറെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ. അതാണ് സിമ്പിൾ. ഒരുമിച്ചിരുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുമിച്ച് അവര് കോണ്ടാക്റ്റിലൂടെ പ്രഗ്നന്റ് ആയതാണെങ്കിലും ഡോക്ടറോ സെന്ററോ ഇതാണെങ്കിൽ IVF ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി. എന്നോടും ചോദിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ആയ സമയത്ത്, പ്രഗ്നന്റ് ആയ സമയത്ത് IVF-ലൂടെ ആണോ ആയത് എന്നുള്ളത്. IVF എല്ലാം മാഡത്തിന്റെ അടുത്ത് പോയപ്പോഴേ മാഡം പറഞ്ഞിരുന്നു, നമുക്ക് നോക്കാം, IVF തന്നെ വേണമെന്നൊന്നും മാഡം ആദ്യം തന്നെ IVF-ലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് നോക്കാം, ട്രീറ്റ്മെന്റ് ഓരോന്ന് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ലെങ്കിൽ ലാസ്റ്റ് IVF-ലേക്ക് പോവാം എന്ന് തന്നെ. പക്ഷെ IVF ഒന്നും വേണ്ടി വന്നില്ല, ദൈവം സഹായിച്ചൊന്നും ഇല്ലാതെ തന്നെ ശരിയായി. മാഡത്തിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയായി, IVF ഒന്നും വേണ്ടി വന്നില്ല, നോർമൽ ആയിട്ട് തന്നെ ആവുകയും ചെയ്തു. പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് കുറെ ആയിട്ട് ഇല്ലാതായതാണല്ലോ. അപ്പൊ അവര് ചോദിക്കണം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, IVF-ലൂടെ ആണോ എന്നുള്ളത് അവർ ചോദ്യം ഉണ്ട് എല്ലാവർക്കും. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഗർഭിണി ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഒരു വഴി എന്ന് അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇനി ഈ അല്പജ്ഞാനം ഭയങ്കര ആപത്ത് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ മാഡം പറഞ്ഞ ഒരാള് വന്ന് നമ്മളോട് സംസാരിച്ച് ചിലപ്പോൾ അവരെ എത്തി സംസാരിച്ച് രണ്ടുപേരും സ്ട്രെസ് മാറിയാൽ തന്നെ അവർ ചിലപ്പോൾ പ്രഗ്നന്റ് ആവും. വേറെ ഒന്നും ചിലപ്പോൾ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ചില മെഡിസിൻസും ചില കാര്യങ്ങളും കൊടുത്താൽ ചിലപ്പോൾ ശരിയാവുന്നുണ്ടാവും. അങ്ങനെ പല പല രീതികളിലല്ലേ നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ അത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ചോദിച്ചത്, ഇപ്പൊ നമുക്ക് റീസെന്റ് ഫിലിം സ്റ്റാർസ് ഒക്കെ ആ ഒരു മെത്തേഡ് സറഗസി
എന്ന് നമ്മൾ പറയുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച്, ഈ സർഗസിയെ കുറിച്ചും ഭയങ്കരമായിട്ട് എന്തോ ഒരു പാതകമാണ് ആൾക്കാർ ചെയ്യുന്നതെന്നൊരു ധാരണയുണ്ട്. അപ്പൊ ശരിക്കും മാഡത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് സർഗസി, എങ്ങനെയാണ് അത് കാര്യങ്ങൾ? സർഗസി എന്ന് പറഞ്ഞാൽ മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ അവനവന്റെ ഗർഭാശയത്തിൽ വളർത്താനായിട്ടാകുന്നില്ല. നിരന്തരമായ അലസിപ്പോവുകയാണ്. യൂട്രസിൽ മുഴകളൊക്കെ ഉണ്ട്, യൂട്രസിന് വേറെ ക്യാൻസർ പോലെയുള്ള അസുഖമുണ്ട്, ഒരു ഗർഭം ക്യാരി ചെയ്യാനുള്ള ആരോഗ്യം ആ യൂട്രസിനില്ല. ചില സ്ത്രീകൾക്ക് യൂട്രസിന്റെ ഓരോ പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ യൂട്രസ് നീക്കിയിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് ഓവറീസ് ഉണ്ട്, സ്വന്തം കുഞ്ഞാകാനായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള എഗ്ഗുകൾ അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് പ്രഗ്നന്റ് ആകണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ഗർഭപാത്രം ഉള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിലല്ലേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഈ കുഞ്ഞാഗ്രഹിക്കുന്ന സ്ത്രീയുടെ അണ്ടവും അവരുടെ ഭർത്താവിന്റെ ബീജവും IVF-ലൂടെ കുഞ്ഞിന്റെ സെല്ലാകാൻ അനുവദിച്ച് ഗർഭം ധരിക്കാനായിട്ട് വില്ലിങ് ആയ ഒരു സർഗറ്റ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ IVF കഴിഞ്ഞുള്ള എംബ്രിയോ ട്രാൻസ്ഫർ സർഗറ്റ് ഉണ്ട്. സർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് മറ്റൊരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുത്താൽ കുഞ്ഞാരുടേതാണ്. ജനറ്റിക്കലി നമ്മുടെ ചികിത്സ ആഗ്രഹിക്കുന്ന ദമ്പതികളുടേതാണ്. നമ്മുടെ കുഞ്ഞ് വേറൊരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ആരോഗ്യത്തോടെ വളർന്ന് അവര് പ്രസവിച്ച ആ കുഞ്ഞിനെ നമുക്ക് തരുന്നു. ആ കുഞ്ഞിന്റെ എല്ലാ ലീഗൽ ഒബ്ലിഗേഷൻസും നമ്മുടേതാണ്. പിന്നെ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അത് മാസം തികയണമെന്നൊന്നും ഇല്ലല്ലോ. അവരുടെ ചെലവുകളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തു വഹിക്കുക. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ പ്രിയങ്ക ചോപ്ര ആണെങ്കിലും പുറത്തുനിന്ന് US നിന്നൊക്കെയാണ് ആയത്. ഇപ്പൊ നമ്മൾ ചിലപ്പോ കേൾക്കാം നോർത്തിലൊക്കെ ചില ആൾക്കാരെ ഗർഭിണി. അപ്പൊ നമ്മള് കേരളത്തിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടോ? സർഗസി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒന്നും ഒരുപാട് ഇതേപോലെ തന്നെ സ്റ്റിഗ്മ ഒരുപാട് കൂടുതലായത് കാരണം 2021 നിയമം പ്രായോഗികമായിട്ട് വന്നിട്ടുള്ളൂ. അതിനു മുമ്പ് ഇതിനെ ചൊല്ലിയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ആർക്ക് വേണമെങ്കിലും സർഗസി ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് കാശ് കൊടുത്ത് അവര് വരാനായിട്ട് ഇൻസെന്റീവ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗർഭമാകാൻ സർഗറ്റിനെ നമുക്ക് വേണമെങ്കിൽ അവർ വില്ലിങ് ആണെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. നിയമം വന്നതിന് ശേഷമുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വമനസാലെ ഒരു സ്ത്രീ സർഗറ്റ് ആകാൻ റെഡിയാണെങ്കിലാണ്, അല്ലാതെ ഒരു ക്യാഷ് ഇൻസെന്റീവ് കൊടുത്തിട്ടല്ല അവര് വരേണ്ടത്. അങ്ങനെ അവരുടെ ചെലവുകൾ നമ്മൾ തന്നെ വഹിക്കണം. പക്ഷെ അവർക്കൊരു ക്യാഷ് ഇൻസെന്റീവ്, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ല അവര് വരേണ്ടത്. അത് സർഗറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ പലതവണ ആൾക്കാർക്ക് വേണ്ടി ഗർഭം ധരിച്ചു പോകുമ്പോൾ അവരുടെ ജീവന് തന്നെ ചിലപ്പോൾ അപായം വരാമെന്നുള്ള സർഗറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് വന്നത് 2021 പറഞ്ഞില്ലേ. അപ്പൊ അതിനു മുമ്പ് കല്യാണം കഴിക്കാത്ത ആണുങ്ങൾക്ക് അവരുടെ കുഞ്ഞാകണമെങ്കിൽ എഗ്ഗും പുറമേ നിന്നെടുത്ത് അവരുടെ സ്പെർമുമായിട്ട് ചേർത്ത് സർഗറ്റിന്റെ ഉള്ളിൽ വെച്ച് കുഞ്ഞാകാനായിട്ടുള്ള ഈ വേറെ ജിതേന്ദ്രയുടെ മോൻ തുഷാർ കപൂർ, കരൺ ജോഹർ, ഇവരെല്ലാം സർഗറ്റിലൂടെ കുഞ്ഞുങ്ങളെ പ്രിയങ്ക ചോപ്രയുടെ ഗർഭം നിയമം വന്നതിന് ശേഷമുള്ളതാണ്. നമ്മുടെ നിയമം വന്നതിന് ശേഷം ഒരു ഇന്ത്യൻ സർഗസി ഒരു ദമ്പതി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവര് കല്യാണം കഴിച്ചവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പ്രിയങ്ക ചോപ്രയുടെ കേസിൽ അത് ബുദ്ധിമുട്ടില്ല, അവര് മാരീഡ് തന്നെയാണ്. പക്ഷെ വേറെയും ചില കേസുകളിലൊക്കെ കോൺട്രവേഴ്സി പോയിരിക്കുന്നത് നിയമപരമായി മാരീഡ് ആണെന്ന് അറിയാൻ വയ്യാത്തവര് സർഗസി ഓഫർ ചെയ്യരുത്. ഒന്നെങ്കിൽ സിംഗിൾ ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീ, കല്യാണം കഴിച്ച് ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ദമ്പതികൾ, ഇവർക്ക് സർഗസി സ്വീകരിക്കാനാകൂ തക്കതായ കാരണം ബോർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് നിയമം പറയുന്നത്. അത് കാരണമാണ് നമ്മൾ കേട്ടിരിക്കുന്ന ചില കോൺട്രവേഴ്സീസ് ഉണ്ടാകുകയും പിന്നെ അത് ക്ലിയർ ആകുകയും ചെയ്തല്ലോ, അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹസ്ബൻഡായിട്ട് ഇപ്പോ 10 കൊല്ലം 11 കൊല്ലം കഴിഞ്ഞാകുമ്പോ ഡെഫിനറ്റ്ലി ലവ് മാരേജ് ആയിരുന്നു. ആയിരുന്നു. അപ്പൊ പൊതുവെ പല സമയത്തും ഭർത്താക്കന്മാർക്കും സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഒരു പരിധി കഴിയുമ്പോ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാന് ഹസ്ബൻഡിനോടും കൂടി അത് ചോദിച്ചു നോക്കും. ആണോ? അന്നേരം മൂപ്പരൊന്ന് വിളിച്ചോ. ഓക്കെ. അപ്പോ നമ്മളോട് റെഹ്ന പറയണ്ടായി ജലീൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ ജേർണിയിൽ. എങ്ങനെയായിരുന്നു ആ ഒരു 10 കൊല്ലത്തെ അതിജീവിച്ചത്?
ആക്ച്വലി 2010 കല്യാണം കഴിഞ്ഞു. അവളെ വീട്ടിൽ അവൾ ഒരു പെൺകുട്ടിയാണ്, 3 ബ്രദേഴ്സാണുള്ളത്. അവൾ മൂന്നാമത്തെയാണ്, 2 ജ്യേഷ്ഠന്മാരും ഒരു അനിയനും. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അവളെ മൂത്ത ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു. അവർക്ക് വിശേഷമായി. ആക്ച്വലി ഇത് എല്ലാവർക്കും സന്തോഷമുള്ള വാർത്തയാണെങ്കിലും നമ്മളെ ഉള്ളിലൊരു ഹോണ്ടിങ് ആണ്. കാരണം സന്തോഷമുള്ള വാർത്ത കേൾക്കുന്നത്, പക്ഷെ നമുക്കതൊരു സങ്കടമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു, നമുക്ക് കുട്ടികളായില്ല, അവിടെ വേറെ കുട്ടിയായി. അടുത്ത ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു, അവിടെ കുട്ടിയായി. അങ്ങനെ പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ ഫാമിലി ആയിക്കോട്ടെ, ആർക്ക് വിശേഷം ഉണ്ടെന്ന് അറിയുമ്പോഴും എല്ലാവരും ഹാപ്പി, പക്ഷെ നമ്മളിവിടെ കരയാണ്. ഉള്ളിലൊരു നമ്മൾ ശരിക്കും അതൊരു പിടുത്താണ്. അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം സപ്പോർട്ട് കൊടുത്തു. ആക്ച്വലി ഈ ട്രീറ്റ്മെൻറ്റിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ എൻ്റെ കൗണ്ട് കുറവ് തന്നെയായിരുന്നു പ്രോബ്ലം. അപ്പോൾ വീട്ടിൽ നിന്നായാലും ഒക്കെ ഇവരോടിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് അത്രയും സപ്പോർട്ട് കൊടുത്തു. കാരണം ഞാനും കൂടി സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ തകർന്നു പോകും. കാരണം എൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഈ പറയ പോലെ സ്ത്രീകളാണ് പറയാം, എൻ്റെ ആയില്ലേ എന്ന് പറയും. ഇപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോകും, ഇവൾ വീട്ടിലാണ്. സ്വാഭാവികമായിട്ട് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ചിന്തകൾ ഇങ്ങനെ കൂടി വരും. നമ്മൾ എൻഗേജാണ്. ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഫുട്ബോളും ഉണ്ട്. ഞാൻ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്, സ്പോർട്സാണ് എൻ്റെ ഏരിയ. അപ്പോൾ ഞാൻ ചെന്ന് കുട്ടിയോട് എൻഗേജ് ആയി കഴിഞ്ഞാൽ കുറേയൊക്കെ ഞാൻ ആ ഒരു ഇതിലങ്ങനെ എൻജോയ് ആയി പോയിട്ട് ആവും. ഈവനിങ് ആയി കഴിഞ്ഞാൽ രാത്രിയിൽ ഞാൻ ഫുട്ബോളിൻ്റെ റെഫറിയാണ്, അപ്പോൾ അവിടെ എൻഗേജ് ആവും. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ കുറേ സമയം അതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ ഇവർക്ക് ഈ ചിന്തകളേ ഉള്ളൂ. അപ്പോൾ അവൾ കുറച്ചായിട്ട് ഇങ്ങനെ നന്നായിട്ട് വരക്കുകയൊക്കെ ചെയ്യും. അതിലേക്ക് ഞാൻ എൻഗേജ് ആക്കി കുറേ. പിന്നെ സ്റ്റിച്ചിങ് ചെയ്യും, ഫാഷൻ ഡിസൈനിങ് ചെയ്തു, അങ്ങനെ കുറേ എൻഗേജ് ആക്കി. അങ്ങനെ ആ ഒരു യാത്രയ്ക്കിടയിലാണ് അനീസ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇവിടെ വരാനും മാഡത്തിനെ കാണാനും. അപ്പോൾ പറഞ്ഞ ഉടനെ കൂടി വന്നിട്ടില്ല, ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇവിടെ വന്നു, മാഡത്തെ കണ്ടു. ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത് ഈ യാത്രയിലോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യാത്രയിലൂടെ നമ്മൾ പഠിച്ച സംഭവമാണ്. ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ, മെഡിസിൻ ആയിക്കോട്ടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികം ഒരു സാധാരണക്കാരന് ചിലപ്പോൾ അഫോർഡബിൾ ആവില്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാൻ. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇത് ഇല്ലാതെ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് മക്കളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അത് കിട്ടാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. മാഡത്തിനടുത്ത് പോയി. പക്ഷെ മാഡത്തിനടുത്ത് വന്ന് ഫസ്റ്റത്തെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം മാഡം നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി, നമ്മളെ കേൾക്കുന്നത്. കാരണം പെട്ടെന്നൊരു മെഡിസിൻ എഴുതിയിട്ട് പോയി വരിക അതല്ല, നമ്മളെ ലിസണിങ് ആണ് ഭയങ്കരമായിട്ട്. നമ്മളെന്താണോ അനുഭവിക്കുന്നത്, നമ്മുടെ ഫീലിങ്സ് എല്ലാം കേട്ട് ഭയങ്കര സമയമെടുത്ത് നമ്മളെ കണ്ട് എല്ലാം ചോദിച്ചറിഞ്ഞ് അങ്ങനെ പോകും. പിന്നെ ഒരു മാസം കഴിഞ്ഞ് അടുത്ത റിവ്യൂ വരുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മൾ വരുന്നു. നമ്മൾ പീരിയഡ്സിൻ്റെ സമയം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ടുണ്ടാവും. പക്ഷെ വരുമ്പോഴും മാഡത്തിനടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹോപ്പാണ്, നമുക്ക് കിട്ടും. അങ്ങനെ ആ യാത്ര ഇങ്ങനെ പോയി. അവിടെ സ്റ്റാഫ്, മാഡം മാത്രമല്ല അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഈവൻ നമുക്ക് രാത്രിയിൽ പോലും എന്തെങ്കിലും ഡൗട്ടുള്ള സമയത്ത്, ഞാൻ അവൾ ക്യാരിങ് ആയ സമയം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്, ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്. സ്കൂളിൽ ജോലി പോയി. പിന്നെ വേറെ ഇൻകം വരുന്നത് കളിയാണ്, എൻജോയ് ചെയ്യുന്നവർ, അത് നിന്നു. അതായത് പാൻഡമിക് സിറ്റുവേഷൻ എല്ലാം അടഞ്ഞു കിടക്കണം. ഈ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് വിട്ടില്ല, ഇവിടെ വന്നു. പക്ഷേ ദൈവം അല്ലെങ്കിൽ നമ്മൾ പടച്ചോന്ന് പറയുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്തായിരുന്നു. എൻ്റെ ജീവിതത്തിലെല്ലാം തകർന്നു പോയ സമയം, ജോലി പോയി, വരുമാനമില്ല. പക്ഷേ 11 വർഷം പരീക്ഷിച്ച സംഭവത്തിന് റിസൾട്ട് വന്നത് ആ ഒരു സമയത്ത്. അതായത് കോവിഡ് ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന് ഒരു സന്തോഷം ഇട്ട് വന്നു. അതൊരു ഭയങ്കര ഒരു എങ്ങനെയായിരുന്നു കുഞ്ഞുമാവെ കിട്ടിയപ്പോൾ ഉള്ളൊരു അത് എങ്ങനെ അതിൻ്റെ സന്തോഷം പറയാമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ 11 വർഷം ഞാൻ പറഞ്ഞ പോലെ വേറെ ആർക്ക് കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാരെ കിട്ടാനും കളിപ്പിക്കുന്നുണ്ട്, കൊഞ്ചിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളിതല്ല. എൻ്റെ വീട്ടിലും ബ്രദേഴ്സിനായാലും സിസ്റ്റർക്കായാലും ഒക്കെ കുട്ടികളുണ്ട്, നമ്മളവരൊക്കെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മളിതല്ലല്ലോ, നമ്മുടെ ഫാമിലിയാണ്, നമ്മളെ ബ്ലഡാണ്, ഒക്കെയാണ്. പക്ഷേ എൻ്റെ കുട്ടിയല്ല. ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ആ ലേബർ റൂമിൻ്റെ CS ആയിരുന്നു. മാഡം എന്നോട് പറഞ്ഞു, ജലീല വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് ഇതുണ്ട്, നമുക്ക് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. മാഡത്തിൻ്റെ ഇഷ്ടം, മാഡം പറയുന്നത് പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നിൽ അത് ഏതൊരു അച്ഛനും അനുഭവിക്കുന്നൊരു ഇതാണ്, ആ പുറത്ത് നിൽക്കുന്ന ആ ഒരു സമയം, ആ ടെൻഷൻ അടിച്ചത്. ആ സമയത്ത് ആദ്യം വന്നത് ഇവിടുത്തെ പീഡിയാട്രിക് ഡോക്ടർ, ലേഡി ഡോക്ടറാണ്. മാഡം വന്നിട്ടാണ് പറയുന്നത് എന്നെ പ്രസവിച്ചു, പെൺകുഞ്ഞാണെന്നുള്ളത്. ആ ഒരു വാർത്ത കേട്ടു, ആണോ പെണ്ണോ, അതൊന്നും അല്ലല്ലോ, നമുക്കൊരു കുട്ടി, നമ്മുടെ കുട്ടി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയെ തന്നു, എൻ്റെ കയ്യിൽ തന്നു, ആ ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുത്ത്. അതൊരു വല്ലാത്തൊരു നിമിഷം.
പറയാം. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞുവാവയും കൂടി അടുത്ത കുഞ്ഞാവയായി. നോർമൽ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഏകദേശം മോക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു, ഒരു ആൺകുട്ടിയും കൂടി. ഇപ്പോൾ 2 ആളായി. അപ്പൊ നമ്മൾ സിനിമയിൽ പറഞ്ഞ എല്ലാത്തിനും അതിൻ്റെതായ അതിന് സമയമുണ്ട് സമയമുണ്ട് ദാസ. തീർച്ചയായിട്ടും. അതെ, അതാണ് മാഡം. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഇപ്പൊ 2 പേരാണ്, ഇവരാണെങ്കിലും പ്രഗ്നന്റ് ആയത് നമ്മൾ ട്രീറ്റ്മെന്റ് IVF കൂടി അല്ല. IVF അല്ല, ട്രീറ്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ IVF വേണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. ഒരു IUI പോലും വേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അതാണ്. അപ്പം നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പോൾ IVF കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം IVF ആണ്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഒരു IVF ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടായിരിക്കും പലരും ആദ്യം തന്നെ IVF എന്ന് പറയാൻ കാരണം? ഫസ്റ്റ് ലൈൻ ഇതുപോലെ വർഷങ്ങൾ പോകാതിരിക്കാനാണ് മെയിൻലി ആദ്യമേ തന്നെ IVF കുറിച്ച് ചിലവർ പറയുന്നുണ്ടാകുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലവർക്ക് നമുക്ക് IVF അല്ലാതെ ഒരു ഓപ്ഷൻ കണ്ടെന്നിരിക്കില്ല. ഓക്കെ. ഇപ്പൊ കൗണ്ട് കുറവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇമ്പ്രൂവ് ആക്കി എന്തെങ്കിലും ഒരു റെഡി ആകാൻ ഒരു ചാൻസ് നമ്മൾ കൊടുത്തു നോക്കിയിട്ടാകുന്നില്ലെങ്കിൽ IVF എന്നാണ് പറയുക. ഓക്കെ. സീറോ സ്പെർം ആണെങ്കിലും, ഓ ശരിയാണ്, അതെ. സീറോ സ്പെർം ആണെങ്കിൽ എന്ത് ചെയ്യാം, കാരണം കണ്ടെത്താം. വളരെ അപൂർവമേ ഉള്ളൂ സീറോ സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആക്കാൻ പറ്റുക. അത് ടെസ്റ്റുകൾ ചെയ്താൽ അറിയാം അതെങ്ങനത്തെ തരം സ്പെർം ഇല്ലായ്മയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരീരത്തിൽ സ്പെർം ഉണ്ട്, പുറത്തേക്ക് വരാൻ ഒരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ സ്പെർം നമ്മുടെ കയ്യിലേക്ക് കിട്ടാനുള്ള ആകെ മാർഗം കുത്തിയെടുക്കുന്നതാണ്. ഓക്കെ. സീറോ സ്പെർം ആണുങ്ങളിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ, ട്രീറ്റബിൾ അല്ലാത്തത്. അപ്പം എന്നാലും നമ്മൾ അവർക്ക് 3 മാസം മരുന്ന് കൊടുത്ത് നോക്കും. നമ്മൾ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വെച്ച് അക്സെപ്റ്റിംഗ് പേഷ്യൻസ് ആണെങ്കിൽ 3 മാസം മരുന്ന് കൊടുത്തിട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പെർം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി കിട്ടുകയാണെങ്കിൽ ആ സ്പെർം വെച്ച് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ആ സ്പെർം സ്ത്രീയുടെ ശരീരം 1, 2, 3 സ്പേമാണ് കിട്ടുന്നത്, കോടികളല്ല. അത് സ്ത്രീയുടെ ശരീരത്തിലേക്ക് വെച്ചാൽ പ്രഗ്നൻ്റ് ആവില്ല. പെൺകുട്ടിയുടെ എഗ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ പ്രഗ്നൻ്റ് ആകുള്ളൂ. അതാണ് IVF ട്രീറ്റ്മെൻറ്റ്. എഗ്ഗാണ്, എഗ്ഗ് പുറത്തെടുക്കുന്നത്. അതാണ് സീറോ സ്പേമിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യം. അതിന് IVF അല്ലാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രായോഗികമായിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾക്കത് അവതരിപ്പിക്കാൻ വയ്യ. ആദ്യത്തെ തവണ തന്നെ പേഷ്യൻസ് അത് സ്വീകരിക്കില്ല. ആയുർവേദം പോകും, ഹോമിയോ പോകും. ഈ ഒരു 3 മാസത്തിനപ്പുറത്തേക്ക് ഒന്നും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളത് അറിയില്ല. പലപ്പോഴും മനസ്സ് തിരിഞ്ഞ് സമയമായിട്ടില്ലല്ലോ, യങ് അല്ലേ, ഒരുമിച്ച് താമസിച്ചില്ലല്ലോ, പക്ഷെ പ്രോബ്ലം ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതല്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം 40 വയസ്സ് സ്ത്രീക്കായിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പം സ്ത്രീയുടെ എഗ്ഗ് എന്തായി, അവരുടെ നല്ല പ്രായം മുഴുവൻ കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ അങ്ങനെ വരാനായിട്ടുള്ള കുറഞ്ഞ സ്പേം ഉള്ളവർക്കും സാധ്യതയുള്ളത് കൊണ്ട് IVF സക്സസ് സാധ്യത കൂടുതലായതുകൊണ്ട് പലപ്പോഴും അത് പറയും. ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 3 to 6 months ട്രൈ ചെയ്ത് നോക്കിയിട്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ അധികം സമയം കളയാതെ ഇതിലേക്ക് പോയിക്കോളൂ എന്ന് പറയും. പക്ഷെ പലരും വർഷങ്ങൾ കഴിഞ്ഞു പോകും. പലപ്പോഴും ചിലവരുടെ പ്രോബ്ലംസിനനുസരിച്ചുള്ള റൈറ്റ് ട്രാക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലായിരിക്കാം കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ടും ഒരുപക്ഷെ അവരുടെ ആ കംപ്ലീറ്റ് ഈ 360 ഡിഗ്രി സപ്പോർട്ടിങ് കിട്ടാത്തത് കൊണ്ടും ആകാം ഈ പറയുന്ന മൈനർ പ്രോബ്ലംസ് ഉള്ളവർ പിന്നീട് ട്രീറ്റ്മെൻറ്റിൽ പ്രഗ്നൻ്റ് ആകുന്നത്. ഇതേപോലെ ഇപ്പൊ IVF ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, നമുക്കൊരു കുഞ്ഞില്ല, കാരണം 10 കൊല്ലം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ലൈഫിൽ. അപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെയധികം ഹേർട്ട് ചെയ്ത അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്നത്? പറയാനിപ്പോ ഒരുപാട് ഉണ്ട്. പക്ഷെ ഏറ്റവും ഹേർട്ടായിട്ടുള്ളത് ഒന്ന് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം വെച്ചാൽ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ എല്ലാവരും അവരവരുടെ കുട്ടികളായിട്ട് ഓടി നടക്കുകയാണ്. അവർക്ക് ഫുഡ് കഴിക്കാനോ കുട്ടികൾ ഒരുപോലെ അടങ്ങി നിൽക്കുന്നില്ലല്ലോ. ഇനി ഓടി നടക്കുന്നിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റവും അടുത്ത് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നോട് പറയും, പ്രിൻസി നിനക്ക് എന്തൊരു സുഖമാണ്, നിന്റെ ലൈഫ് എന്തൊരു ലെക്കാണ്, ഈ കുട്ടികളും ഒന്നും ഇല്ലല്ലോ, ഭയങ്കര ലെക്കല്ലേ, എന്തൊരു സന്തോഷമാണ് നിനക്ക്. അതുവരെ ഞാൻ എല്ലാവരും കൂടിയിട്ട് നല്ല ഭയങ്കര സന്തോഷമായിട്ട് ഒരു ഫംഗ്ഷനില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിൽ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എന്താ അത് ഇപ്പോഴും അനുഭവിക്കാൻ വയ്യ, അത് ആലോചിക്കാൻ വയ്യ. സത്യമാണ്. കാരണം ചില സമയത്ത് ചിലപ്പോൾ അവർ പോസിറ്റീവായിട്ടായിരിക്കും. അതെ, അവർ നോർമലി ചോദിച്ചതാണ്.
പക്ഷെ ആ ഒരു ചോദ്യം നമ്മളെ എത്ര കണ്ട് അവർക്ക് അറിയുന്നില്ല. നമ്മുടെ ബോഡിയുള്ളവർ ഒരിക്കലും പലപ്പോഴും അറിയുന്നില്ല സത്യം, അവരറിയുന്നില്ല എത്രമാത്രം നമ്മളെത്ര ക്രൂരതയാണ് ചിലപ്പം സംസാരിക്കുമ്പം വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത്. അന്ത്യത ഭയങ്കര പെയിൻഫുൾ ആണ്. അത് പലപ്പോഴും ആ പെയിനിന്റെ എക്സ്റ്റെന്റ് ആൾക്കാർക്ക് മനസ്സിലാവില്ല. എനിക്ക് പിന്നെ അവിടെയൊന്നും നിൽക്കാൻ വയ്യ എന്നുള്ളൊരു ഇതാണ്. എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നായി. അതെന്നുവെച്ചാല് ശരിയാണ്, പെട്ടെന്ന് സാധാരണ ഒരു കുഴപ്പമില്ലാണ്ട് കുട്ടികളാകുമ്പോൾ കുട്ടികളോട് ഈ ദൈവമേ കുട്ടികളിങ്ങനെ ഓടി നടക്കുകയാണല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ ആൾക്കാരെ കുട്ടികൾ ഉണ്ടാവാത്ത ഒരാളുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് അത് ശരിയാണ്, അവർക്കും അത് മനസ്സിലാവില്ല ചില സമയത്ത്. ശരിയാണ്, നമുക്ക് വല്ലാണ്ട് ഹേർട്ട് വേണച്ച് ഹേർട്ട് ചെയ്തതും കൂടി അല്ല അല്ല. അവള് നോർമലി പറഞ്ഞതാണ്, പക്ഷെ അത് എനിക്കത് സഹിക്കാൻ വയ്യ. ഒരു ഇപ്പോഴും അത് ചിലപ്പോ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പോഴും അത് പറഞ്ഞറിയാൻ വയ്യില്ല, അത്രയ്ക്ക് വിഷമമുണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിൽ. ഓരോ വർഷം ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിക്കാറില്ല, ആനിവേഴ്സറി ആഘോഷിക്കാറില്ല. കാരണം ഓരോ വർഷം കഴിയാണ്. ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ ആലോചിച്ചു ഈ വർഷം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. ഫംഗ്ഷനൊന്നും പോകാനേ താല്പര്യമില്ല, എവിടേക്കും പോകുന്നത് ഇഷ്ടമല്ല. ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ജോലിക്ക് വരിക, വൈകിട്ട് തിരിച്ചു പോവുക, രാവിലെ ജോലിക്ക് വരിക, അങ്ങനെയായിരുന്നു. ഒരു സന്തോഷങ്ങൾ ഈ സമയത്ത് അനുഭവിക്കാനൊന്നും ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ കുഞ്ഞിനെ കിട്ടിയപ്പോ എന്തായിരിക്കും ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവുക? സൂര്യൻ ഉദിച്ചോ സത്യം. ഫ്രണ്ട്സിയുടെ മുഖം ഞാൻ അതെ എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ കാണാൻ വന്നു. അങ്ങനെ ഫ്രണ്ട്സിയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. അതെ, ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ മേഡം ഡോർ ഇങ്ങോട്ട് തുറന്നിട്ട് എന്നെ ഇങ്ങോട്ട് കണ്ടപ്പോ മേഡം എന്റെ മുഖം കണ്ടപ്പോ സന്തോഷം കൊണ്ട് മേഡത്തിന് എനിക്കെല്ലാം ഓർമ്മയുണ്ട് മേഡം പറഞ്ഞത്. അതൊരു നമ്മുടെ പ്രാക്ടീസിന്റെ ഓരോ സന്തോഷം. ഒരു ഡോക്ടർ ആവുന്നതിന്റെ സന്തോഷമാണ് അത്. അതെ, അതൊരു വല്ലാത്ത ശരിക്കും പറഞ്ഞാൽ അപ്പോഴല്ലേ നമ്മുടെ ലൈഫ് ഒരു എന്താ പറയാ, നമ്മളൊരു നല്ല കാര്യം ചെയ്തിരുന്നു ആസ് എ ഡോക്ടർ നമുക്കും ഒരു വല്ലാത്ത. അതെ, കരയുന്നവരെയാണ് ഓൾമോസ്റ്റ് എന്നും കാണുക. അപ്പൊ ഇടയ്ക്ക് സന്തോഷങ്ങൾ കാണുന്നു. ചില സമയത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, മാഡം ഈ പറഞ്ഞ പോലെ കുറെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താകില്ല എന്നുണ്ടെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുള്ളൂ. അപ്പൊ ആസ് എ ഡോക്ടർ മാഡം അങ്ങനത്തെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? വന്ധ്യത അനുഭവിക്കുന്നവരെ അസസ് ചെയ്യുമ്പം അവരിൽ ചികിത്സിക്കേണ്ടതായ തക്കതായ പ്രോബ്ലംസ് പലപ്പോഴും കാണും. പുരുഷ സംബന്ധമായതോ സ്ത്രീ സംബന്ധമായ പ്രോബ്ലംസ് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ളവരിൽ ചിലവർക്ക് അവരവരുടെ ആ പ്രോബ്ലംസ് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതിന് വേണ്ട ചികിത്സ സ്വീകരിക്കാനും ബുദ്ധിമുട്ടായ ആൾക്കാരുണ്ടാകാറുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാകണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ഓവുലേഷന് കംപ്ലൈന്റ് ഉണ്ടാകാം, അതിന് ഇഞ്ചെക്ഷൻസ് വേണ്ടിയതായിട്ടുണ്ടാകാം. പക്ഷേ ഈ ഇഞ്ചെക്ഷൻസ് എനിക്കെടുത്താൽ എനിക്ക് എന്തെങ്കിലും വന്നു പോവോ? നാട്ടുകാരുടെ ആദ്യത്തെ ചോദ്യം, ഇത്രയൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കിഡ്നി അടിച്ചു പോവില്ലേ, നിനക്ക് മഞ്ഞപ്പിത്തം വരൂലേ, വേറെ എന്തെങ്കിലും അസുഖം വന്ന് നിനക്ക് പ്രായമായിട്ട് നന്നായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ അവര് പിന്നെ വേറൊന്നും, അവർക്ക് ആ ഇഞ്ചക്ഷനെ പേടിയാ. അതാണ് അതായിരിക്കാം ഒരുപക്ഷെ പേടിയാണ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ആ ട്രീറ്റ്മെന്റിന് അക്സെപ്റ്റിംഗ് ആക്കി കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം. അതൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ ചിലപ്പം ചിലവർ IUI ട്രീറ്റ്മെന്റ് അത് വേണ്ടവരുണ്ടാകാം, അല്ലെ IVF ട്രീറ്റ്മെന്റ് വേണ്ടവരുണ്ടാകാം. ഭാര്യയും ഭർത്താവുമാണ് കൂടുതലും നമ്മളെ കാണാൻ വരിക. കൂടെ പേരൻസോ ആരെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ സംസാരിക്കാൻ വിളിക്കും, കാരണം ആ ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമായതുകൊണ്ട്. അപ്പൊ പലപ്പോഴും കപ്പിൾ റെഡി ആയിരിക്കും, പക്ഷെ ഫാമിലിക്ക് കൺവിൻസിങ് ആയിട്ടില്ല. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവക്കിതാ ഒരുപാട് മരുന്ന് ചെയ്തു, ഓരോ മാസവും മാഡം പീരീഡ് ആകാത്തപ്പോൾ ഇവിടെ കിടന്ന് കരയുന്നത് ഞങ്ങൾക്ക് കാണാൻ വയ്യ. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ, ഇതാകുന്നില്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറയുന്ന അവസരങ്ങൾ. പിന്നെ ചില സമയത്ത് കുറച്ച് ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അവർക്ക് അപ്പോൾ ഒരുപക്ഷെ അവർ നെഗറ്റീവ്, കഴിഞ്ഞ മാസം പ്രഗ്നൻ്റ് ആകാതെ വന്നിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് വൈകി OP കയറി കഴിയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മളോട് അവരുടെ വിഷമം കാണിക്കും. അപ്പം നമുക്ക് അവരത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് ചിലപ്പം അവരെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ ശബ്ദം ചെറുതായിട്ട് ഉയർത്തി വഴക്കുണ്ടാക്കുകയല്ല, പറയുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളൊരു ക്ഷമ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും വഴങ്ങി വരാറുണ്ട്. അങ്ങനെ ഒരു ഇമോഷൻ. പിന്നെ ചില പേഷ്യൻസ്
മാഡം ഒ പി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊന്ന് വന്നിരുന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് സംസാരിക്കാൻ വേറെ മാർഗ്ഗമില്ല, വേറെ ആരോടും എനിക്ക് പറയാൻ വയ്യ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് പോയിക്കോട്ടെ, ഇങ്ങനെ പറയുന്ന ചില പെൺകുട്ടികളുണ്ട്. ഈ പറയുന്ന ഇമോഷണൽ അപ്ഹീവൽസ് ഉണ്ടാകുകയും നമ്മൾ അവരെ മാനേജ് ചെയ്യാനുള്ള എഫേർട്ട് എടുത്ത് കഴിയുമ്പം വീട്ടിൽ പോയാൽ നമുക്കും പ്രയാസമാണ്. അതെല്ലാം ഡീൽ ചെയ്യേണ്ടി വന്നല്ലോ. അവർക്ക് നല്ലത് വേണം എന്നുള്ളതാണ്, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് വെച്ച് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടിരിക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള പേഷ്യൻസ് മിക്കവാറും പിന്നെ പ്രഗ്നൻ്റ് ആവും. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, മിക്കവാറും പ്രഗ്നൻ്റ് ആകുന്നത് കാണാം. ഇപ്പം മാഡത്തിന് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ ഹൗ ഡു യു ഓവർകം? എന്ന് വെച്ചാൽ ഞാനൊരു ഡോക്ടറാണ്, അപ്പോൾ കാണുന്ന എല്ലാവരും ഡോക്ടേഴ്സ് ആവുന്നില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർമാരുടെ മനസ്സിൽ കൂടെ പോകുന്ന ഫീലിങ്സ് ഭയങ്കരമാണ്. നമ്മളിപ്പോൾ എത്ര ചെയ്തിട്ടും നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എത്ര വരെ സമ്മതിച്ചാൽ നമുക്ക് സങ്കടാവില്ലേ? അപ്പോൾ ഹൗ ഡു യു ഓവർകം ദാറ്റ്? ആ ഫീൽഡാണ് ചൂസ് ചെയ്തത്, മനസ്സിലാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. ആൾക്കാരെയാണ്, വിഷമിക്കുന്നവരെയാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സംയമനം കീപ്പ് ചെയ്യും. കൂടെയുള്ള ഫാമിലി ചിലപ്പോൾ കുറച്ച് അനുഭവിക്കും, ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും ചിലപ്പോൾ ഒന്ന് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് വേണ്ടേ, ചിലപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വന്നെന്നിരിക്കും. പക്ഷെ കൂടുതലും നമ്മൾ അത് മനസ്സിലാക്കും. പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത് ഇതുപോലെ സൂര്യൻ ഉദിക്കുന്ന പോലെ ഓരോ മുഖങ്ങൾ കാണുമ്പോഴും, പ്രതീക്ഷിക്കാത്തിടത്തൂടെ ഓരോ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് കാണുമ്പോഴും അപ്പോഴുണ്ടാകുന്ന ആ ഫീലിംഗ്, അവരുടെ പോലെ തന്നെ നമ്മളും സന്തോഷിക്കുകയാണ്, മുമ്പോട്ട് പോകാനായിട്ട് തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സക്സസ് റേറ്റ് ആസ്റ്റർ ഫെർട്ടിലിറ്റി ആൻഡ് IVF സെൻറ്റർ എന്നുള്ള രീതിയിൽ ഏത് ഇൻ്റർനാഷണൽ ലെവൽ സെൻറ്റേഴ്സിൻ്റെ അത്രയും തന്നെ സക്സസ് റേറ്റ് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ തിയററ്റിക്കലി സ്പീക്കിംഗ് പറയുകയാണെങ്കിൽ IVFൻ്റെ സക്സസ് റേറ്റ്സ് 50% ആണ്, 30 to 50% ഇങ്ങനെയാണ് പറയുന്നത്. IUIയുടെ സക്സസ് റേറ്റ്സ് 8 to 15% വരെയാണ് പറയുന്നത്. കുറച്ചുകൂടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വെറും 5% ഉള്ളൂ IUIയുടെ സക്സസ് റേറ്റ്. ഓക്കെ. അപ്പം നമ്മുടെ സെൻറ്റർ എല്ലാ ആസ്പെക്ട്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു സെൻറ്റർ ആയതുകൊണ്ട് അത്ര തന്നെ സക്സസ് റേറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പ്ലസ് ഈ 360 ഡിഗ്രി പേഷ്യൻറ്റ് കെയറിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഇൻ ജനറൽ ഈ ആർട്ട് സർവീസസ് അല്ലാതെ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ്സിലെ സക്സസ് റേറ്റ്സ് വളരെ ഹൈ ആണ്. പറഞ്ഞില്ലേ, ഒരു രീതിയിലും ആകില്ല എന്ന് വിചാരിക്കുന്നവർ കൂടുതൽ കാണാനാകുന്ന സെൻറ്ററാണ്. IVFന് 50% തന്നെ സക്സസ് റേറ്റ്സ് ഉണ്ട്. അത് കൺവിൻസ്ഡ് IVFൻ്റെ സക്സസ് റേറ്റ്സ് ഒരു 70-80% എത്തുന്നത് ചിലവർക്ക് ഒരു 3 ട്രാൻസ്ഫേഴ്സ് എത്തിയിട്ടാകും. അങ്ങനെ തന്നെയാണ് ഡോക്യുമെൻറ്റഡ്. ആദ്യത്തെ തവണ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയും മാനസികമായ സ്ട്രെസ്സും കാര്യങ്ങളും കാരണം അവരെന്തൊക്കെ ചെയ്യരുതാത്തതുണ്ടോ അതൊക്കെ ആ ട്രാൻസ്ഫർ കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകും. ഒരു ട്രാൻസ്ഫറോട് ആകുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ പഠിച്ചവരായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു മാസമേ പ്രഗ്നൻ്റ് ആകാൻ ചാൻസ് വരുന്നുള്ളൂ. ആക്ച്വലി IVF വേണ്ടവരാണ്. ആ എംബ്രിയോ വെക്കുന്ന ഒരൊറ്റ മാസമേ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഫെർട്ടിലിറ്റി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിൽ അവർ പ്രഗ്നൻ്റ് ആയില്ല എന്ന് വെച്ചിട്ട് അവർക്ക് പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസ് ഇല്ലാതായിട്ടില്ല. പക്ഷെ അവർക്ക് അത് അറിയുന്നില്ലല്ലോ. നമ്മൾ എത്ര അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അടുത്തതിൽ മിക്കവാറും അങ്ങാകും. ഒരു 3 ട്രാൻസ്ഫേഴ്സിൻ്റെ ഉള്ളിൽ 70 to 80% ആണ് സക്സസ് റേറ്റ്. ഓക്കെ മാഡം, അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കാലം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരുമ്പോൾ അപ്പോൾ നമ്മൾ കാണുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് അവരോട് പറയാനുള്ളത് എന്താണ്? വൈകുന്നതാണ് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോ 10 വർഷം ഒരുപാട് വൈകി. ഈ 10 വർഷം എന്ന് പറയുന്നത് കുറഞ്ഞ കാലയളവല്ല, ഒരുപാട് ലേറ്റ് ആയി. എന്താണ് ജലീലിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പറയാനുള്ളത് ഒരിക്കലും പ്രതീക്ഷ വിടരുത്. ഇപ്പൊ നേരത്തെ മാഡം പറയുന്ന പോലെ തന്നെ ഇത് സംഭവിച്ചു പോകുന്നവർക്ക് ഇതിന്റെ വില എന്താണെന്ന് അറിയില്ല, ഈ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ്. ഇതിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടാണ് ഇത് ക്യാരിങ് ആവാതെ ഒരു പ്രയാസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രയാസത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ റിസൾട്ടിലേക്ക് എത്തിയാൽ ചിലപ്പോൾ സമയമെടുക്കും. അപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ ഒരു 2, 3, 4, 5 മാസമൊക്കെ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ പ്രതീക്ഷ വിടരുത്. പിന്നെ ഒന്നുള്ളത് നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറയും. അവരുടെ ചിലപ്പോൾ മുറി അറിവ് എന്ന് പറയും, ചെറിയ അറിവ് വെച്ചിട്ട് നമ്മളോട് പിന്തിരിപ്പിക്കാനും അതിൽ നിന്ന് മാറ്റാനൊക്കെ പലതും നമ്മൾ കേൾക്കും. നമ്മൾ എപ്പോഴും ഡോക്ടർ എന്താണ് പറയുന്നത് അത് കേട്ട് അതിൽ മുന്നോട്ട് പോവുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രതീക്ഷ വിടരുത്. പിന്നെ ദൈവം പടച്ച തമ്പുരാൻ അള്ളാഹിനോടും അവരോടുള്ള പ്രാർത്ഥന വിടാതിരിക്കുക.
ഓക്കെ, താങ്ക് യു. മാഡത്തിനോട് ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാൻ. അതായത് ഇപ്പൊ പല പുതിയ ജനറേഷൻ ആൾക്കാർ എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം 6 കൊല്ലം അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ 20 വയസ്സിൽ കല്യാണം കഴിക്കണം, ചിലപ്പോൾ 28 വയസ്സ് 30 വയസ്സിൽ കല്യാണം കഴിക്കണം. എന്നാലും കുറച്ചു കാലം ലെറ്റ് മീ എൻജോയ് വിത്ത് മൈ ഹസ്ബൻഡ് എന്ന് ആലോചിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലും. അപ്പൊ അപ്പോഴത്തേക്കും ഈ ലേഡിക്ക് 35 വയസ്സാണ്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് മാത്രമല്ല, അല്ലാണ്ട് പ്രഗ്നന്റ് ആവാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെയും മാഡത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് എന്താ ഒരു സൊല്യൂഷൻ? ഭൂരിഭാഗം നമ്മുടെ അടുത്ത് എത്തുന്നവരും കുഞ്ഞുങ്ങളാകാനായിട്ട് ആഗ്രഹിച്ച് വിഷമിച്ച് വരുന്നവരാണ്. പക്ഷെ എന്നാൽ കുറച്ച് പേര് പേരന്റൽ പ്രഷറിൽ മാത്രം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആക്ച്വലി ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ട, അവർക്ക് പിന്നെ മതി. എന്നാൽ കുട്ടികൾ വേണം എന്നുണ്ട്, അവർക്ക് വിവരവും കാണും. കാരണം ഇപ്പം പ്രഗ്നന്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രഗ്നൻസി ആകുമ്പം ആരോഗ്യം ഉണ്ടാകാതിരുന്നേക്കാം കുഞ്ഞിന് എന്നുള്ളത്. അവർക്ക് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഓപ്പൺ ആണ്. സ്ത്രീകൾക്കാണെങ്കിൽ, ആണുങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. സ്ത്രീകൾക്കാണ് പ്രായം കഴിയുന്നവരും ആർത്തവവിരാമം വരികയും എഗ്ഗുകൾ കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത്. ക്വാളിറ്റി എഗ്ഗിന്റെ യങ്ങർ ഏജിലാണ്, ഒരു 20 തൊട്ട് ഒരു 35 വയസ്സിനിടയ്ക്കുള്ള എഗ്ഗാണ് നല്ല ആരോഗ്യം ഉള്ള എഗ്ഗ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പം ആ നല്ല പ്രായത്തിൽ അവർക്ക് അപ്പോൾ പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ കാരിയറിന്റെ ഹൈറ്റ്സിൽ നിൽക്കുന്ന ഫിലിം ആക്ടേഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ആ ഒരു സമയത്ത് അവർക്കൊരു പ്രഗ്നന്റ് ആകുന്ന കാര്യം ആലോചിക്കാനാകുന്നില്ല. അവർക്ക് സറഗസി ഓപ്ഷൻ അക്സെപ്റ്റബിൾ അല്ലായിരിക്കും. അവർക്ക് തന്നെ കുഞ്ഞിനെ വേണം, അവർക്ക് തന്നെ പ്രസവിക്കണം. അവർക്ക് അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, അതിലപ്പം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആകുന്നില്ല. അതിന്റെ ആദ്യത്തെ പടി ചെയ്യുന്ന എഗ്ഗ് റിട്രീവ് ചെയ്യുന്ന വരെയുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് എഗ്ഗുകളെ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാം. അവർക്കൊരു പാർട്ട്ണർ ഉള്ളതാണെങ്കിൽ ആ പാർട്ട്ണറുടെ സ്പേമുമായിട്ട് ചേർത്ത് എംബ്രിയോ ആയിട്ട് സൂക്ഷിച്ചു വെക്കാം, അല്ലെ അവരുടെ എഗ്ഗുകൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കാം. അവർ പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പോഴുള്ള പാർട്ട്ണറുടെ സ്പേമുമായിട്ട് എഗ്ഗിനെ ചേർത്ത് എംബ്രിയോ ആക്കി നിക്ഷേപിച്ച് പ്രഗ്നന്റ് ആകാം. അല്ലെങ്കിൽ എംബ്രിയോസാ വെച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ. ശരി മാഡം, ഇനി നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും ഇപ്പോ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് അടുത്തേക്ക് എത്തിപ്പെടണം എന്നൊരു തോന്നലുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും കാലം ടെസ്റ്റ് ചെയ്തു, ഇനി ഞാൻ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്? വന്ധ്യത അനുഭവിക്കുന്നവര് അതാണ്, മടുത്തിരിക്കുകയാണ്. അതാണല്ലോ അശ്വതി പറഞ്ഞ, മടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അവരെന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആകാത്തത് എന്നുള്ളതിന്റെ ശരിയായ ഒരു ധാരണ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്താൽ അവർക്ക് അത് അറിയാൻ സാധിക്കും. അവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്. ചിലവർ ഒട്ടും സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഒട്ടും സാധ്യത ഇല്ലാത്ത ചില ആൾക്കാരും ഉണ്ടാകാം. പക്ഷെ ഏത് തരം കാറ്റഗറി ആൾക്കാർക്കും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം അവർ സ്വീകരിക്കാൻ വില്ലിങ് ആണെങ്കിൽ. അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ധാരണ കിട്ടാൻ നമ്മളെ അപ്രോച്ച് ചെയ്താൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളെ കാണാൻ വരാൻ എന്താണുള്ളത്, ഒരു കൺസൾട്ടേഷൻ എടുക്കുക, വരിക. ഇപ്പൊ ദൂരെയാണ്, ഇന്ത്യക്ക് പുറത്താണ്, അങ്ങനെയുള്ളവർക്ക് ടെലി കൺസൾട്ടേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ ആ ടെലി കൺസൾട്ടേഷൻ ടീം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററുടെ നമ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കൂടെയുള്ള കൺസൾട്ടേഷൻസ് ആകാം, വാട്സാപ്പിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ആകാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാറുണ്ട്, ചെയ്യാറുണ്ട്. പേഷ്യൻസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവരെ നേരിട്ട് കാണാതെ അറിഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ഓഫർ ചെയ്യാം എന്നുള്ളത് അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർ വരാറുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആൾക്കാർ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ദൂരെയുള്ള ആൾക്കാർക്കാണ്. പിന്നെ അവർ നാട്ടിൽ വരുന്ന സമയത്ത് നേരിട്ട് വന്നുള്ള പരിശോധനകൾ ആ സമയത്ത്, ബാക്കിയുള്ളത് ഓൺലൈൻ. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ആന്ധ്രാപ്രദേശിലൊക്കെ ചില സമയത്ത് ഫ്ലഡ്സിന്റെ സമയത്തൊക്കെ പെട്ട് കിടന്നിട്ട് അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അവർക്ക് അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നില്ല, കോവിഡിന്റെ ടൈമിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ വാട്സാപ്പ് പോലെയുള്ള മീഡിയ, ഫോൺ മീഡിയയിൽ കൂടെ ഒരുപാട് പേർക്ക് ശരിക്കും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ടോക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, 10 വർഷമായാലും 11 വർഷമായാലും നമ്മുടെ ഒരു എന്താ പറയാ എനർജി വിടാതെ ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം നടക്കും. ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മിറാക്കിൾ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. പേഷ്യൻസിന്റെ ഫെയ്ത്ത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. വിശ്വാസമുള്ളവർക്ക്
ഉണ്ടാകാറുണ്ട് സാധാരണ. അങ്ങനെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഉള്ളിൽ നിന്ന് സംശയം നിൽക്കുന്നവർക്ക് കുറച്ചുകൂടെ പാടാം. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവര് വിഷമിക്കുന്നത് കൂടുതൽ. അതാണ് അവരുടെ സ്ട്രെസ്സും ഒക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കറക്റ്റായിട്ട് ഏറ്റവും ഏർലി തന്നെ വന്ന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കുട്ടികളെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടും, ദൈവം കൊടുക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ. ഭയങ്കര കാരണം വൈഫ് ട്രീറ്റ്മെന്റിന്റെ അവസാന സമയത്ത് പഠനമൊക്കെ നിർത്തി അങ്ങനെ ട്രീറ്റ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങി. അപ്പോൾ ഫുൾ അവിടെ എൻഗേജ് ആയി. കാരണം സ്റ്റഡി എല്ലാ വർക്കുകൾ കാര്യങ്ങളൊക്കെ എൻഗേജ് ആയപ്പോൾ ഇത്രയും ചിന്തകൾ കുറെ മനസ്സിൽ പോയി, സ്ട്രെസ് കുറെ മനസ്സിൽ പോയി. അപ്പൊ ട്രീറ്റ്മെന്റും കിട്ടുന്നു, അവളെ ബാക്കിയുള്ള സമയത്തൊക്കെ ഇതിൽ എൻഗേജ്. ആ സമയത്താണ് റിസൾട്ട് വന്നത്. ആ കോഴ്സ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു, മുഴുവനാക്കിയില്ല. പക്ഷെ കോഴ്സ് എല്ലാം പ്രധാനം ഏത് സമയത്ത് കൊടുക്കും. പക്ഷെ ട്രീറ്റ്മെന്റും നമുക്ക് കുഞ്ഞാണ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതും വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് അവൾ അതിൽ എൻഗേജ് ആയിരുന്നു, ഫുൾ ടൈം എൻഗേജ് ആയിരുന്നു. അപ്പോൾ മനസ്സിലുള്ള ചിന്തകൾ കുറെ ഈ അനാവശ്യ ചിന്തകളുണ്ട്, അതൊക്കെ പോയി. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കും. ഇത് ട്രീറ്റ്മെന്റ് ഭാഗം തന്നെ. 3 മാസം അടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും നിങ്ങളൊരു ബ്രേക്ക് എടുക്ക, കുറച്ചാള് വെറുതെ നിൽക്കുക, ചിലപ്പോൾ ആകേണ്ടതാണ്. അങ്ങനെ ആകുന്നവർ കുറെ പേരുണ്ട് കേട്ടോ. ആ നെക്സ്റ്റ് സൈക്കിളിൽ വെറുതെ നിൽക്കുമ്പം ആകും. അതാണ് ഒന്നും ആലോചിക്കല്ല, അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആലോചിക്കാന്നുള്ള. അന്ന് അവരുടെ അനോവുലേഷൻ ഒക്കെ കറക്റ്റഡ് ആയിരിക്കും, സെമൻ പാരാമീറ്റേഴ്സ് ഇംപ്രൂവ്ഡ് ആയിട്ട് നിൽക്കുകയായിരിക്കും. ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ എന്നുള്ള ആശ്വാസം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു നല്ലൊരു സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയതിന് താങ്ക് യു.